ഹലോ ഡാഷ് ഫോറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇന്ന് യൂട്യൂബ് കാണാം. നോക്കിക്കോളൂ. ഫോറിലേക്ക് എല്ലാവർക്കും ഞാൻ ആദ്യം ചെയ്ത യൂട്യൂബ് ചാനൽ. ചെറിയ ചെലവിൽ നമുക്ക് അടിപൊളിയായിട്ട് നമ്മുടെ കാർ കഴുകാം. ഒരു സെക്കൻഡ്, ഞാനൊന്ന് പോയി ഹോസും എടുത്ത് വെള്ളവും കൊണ്ടുവരാം. കാറിനെ നമുക്ക് ആദ്യം മുഴുവനായിട്ടൊന്ന് വെള്ളം നനച്ചിടാം. മഴയൊക്കെ പെയ്തത് കാരണം വണ്ടി കംപ്ലീറ്റ് ചെളിയായി കിടക്കുകയാണ്. നല്ല വൃത്തിയായിട്ട് പെട്ടെന്ന് തന്നെ കാറിനെ കുളിപ്പിച്ച് വൃത്തിയാക്കാനായിട്ട് പുതിയൊരു സാധനം വാങ്ങിയിട്ടുണ്ട്. ബോക്സ് ഓപ്പൺ ചെയ്താൽ ഒരു മൈക്രോ ഫൈബർ ക്ലോത്ത് ഉണ്ട്. വാഷ് ചെയ്യാനായിട്ട് ഇതുപോലൊരു കുന്ത്രാണ്ടം ഉണ്ട്. അതിന്റെ പേരെനിക്ക് അറിഞ്ഞൂടാ. പിന്നെ ഇതുപോലെ ഒരു ഇരുമ്പ് കമ്പി ഇതിലോട്ട് കുത്തിക്കയറ്റി കഴിഞ്ഞാൽ ഇതുപോലൊരു സാധനം കൂടി അതിനകത്തുണ്ടാവും. പിന്നെ ഒരു വലിയ ബ്രഷ്, പിന്നെ ചെറിയൊരു സോഫ്റ്റ് ബ്രഷ്. ബക്കറ്റും മഗ്ഗും ഒക്കെ പോയി എടുത്തോണ്ട് വന്നു. ഷാമ്പു പൊട്ടിച്ചത് കുപ്പിക്കകത്തുണ്ടായിരുന്ന ഷാമ്പു കുറെ എടുത്ത് പുറത്ത് കഴി. അതും പോയിട്ട് ബാക്കി ഉണ്ടായിരുന്ന ഷാമ്പുവിൽ നിന്നും കുറച്ച് ഷാമ്പു എടുത്ത് ബക്കറ്റിലിട്ട് വെള്ളം ഒഴിച്ച് നല്ലപോലെ പതപ്പിച്ചെടുത്തു. ബക്കറ്റിലുണ്ടായ പത അഥവാ മഗ് ഉപയോഗിച്ച് വണ്ടിയിൽ മുഴുവൻ കോരി അടിച്ചു. കുന്ത്രണ്ടെടുത്ത് ഫോം. ഇത് കാറിലെ ആൾക്കൊക്കെ നല്ല ഉപയോഗപ്പെടും. നിങ്ങളൊന്ന് വീട്ടിൽ വാങ്ങിക്കണം, നല്ലതാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. മീതെ നല്ലതുപോലെ തേച്ച് കഴുകാം. നല്ല എളുപ്പമുണ്ട്. അതുപോലെ ചുമ്മാ ഈ ഒരു സാധനം എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വരച്ചോണ്ടിരുന്നാൽ ഇനിയുള്ള ഈ ഒരു മുതുക്ക് സാധനം ഉണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ ഇവനാണ് കില്ലാടി. വലിയൊരു ഏരിയ ഒക്കെ കംപ്ലീറ്റ് ക്ലീൻ ആക്കാനായിട്ട് ഇവന് നിമിഷ നേരം മതി. ഒരു സ്ഥലത്ത് കൂടി ഇവ ഒറ്റത്തവണ പോകുമ്പോൾ തന്നെ 90% ചെളി ഒഴുകും. ഇവൻ വലിച്ചിളക്കി കളയും. പിന്നെ താഴോട്ടുള്ള ഭാഗത്തൊക്കെ ചെറിയ ഈ ഒരു സാധനം ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ചളിയിലൊക്കെ ഇട്ട് വരച്ചിട്ട് പിന്നെ അത് തന്നെ എടുത്ത് മുകളിലോട്ടിട്ട് വരയ്ക്കരുത്. കംപ്ലീറ്റ് സ്ക്രാച്ച് ആവും. അതുകൊണ്ട് തന്നെ ഒന്ന് കഴുകിയിട്ട് വീണ്ടും ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഈ ഒരു ചെറിയ ബ്രഷ് ഉണ്ടല്ലോ, അതിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രില്ലിന്റെ ഗ്യാപ്പിലുള്ള അഴുക്കൊക്കെ ഒന്ന് തേച്ചൊരച്ച് കളയാൻ പറ്റും. അഴുക്കെല്ലാം തേച്ചൊരച്ചിളകി. ഇനി ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് വെള്ളം ഒഴിച്ചെടുക്കണം. വലിയമ്മ ജസ്റ്റ് ഒന്ന് തന്നെ സഹായിച്ചിട്ട് പുരയിടത്തിലോട്ട് ജോലിക്ക് പോയി. ഇളകിയിരുന്ന അഴുക്കിനെല്ലാം വെള്ളം ഒഴിച്ച് കളഞ്ഞ് വൃത്തിയാക്കി എടുക്കും. ഇനിയാണ് ഈ ഒരു ബോഡിയിലുള്ള കംപ്ലീറ്റ് ജലാംശത്തെ ഈ ഒരു ക്ലോത്ത് കൊണ്ട് ജസ്റ്റ് ഒറ്റ വൈപ്പിൽ ക്ലീൻ ആക്കി തുടച്ചെടുക്കാൻ പറ്റും. ഇടയ്ക്ക് ജസ്റ്റ് ഇതുപോലെ ഒന്ന് പിഴിഞ്ഞ് വെള്ളം ഒന്ന് കളയാം. എന്നിട്ട് വീണ്ടും ആ ഒരു ക്ലോത്ത് കൊണ്ട് തന്നെ ജലാംശം ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളും തുടച്ച് വൃത്തിയാക്കി എടുക്കണം. വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ കാറിനെ കുളിപ്പിച്ച് കുട്ടപ്പനാക്കാൻ കഴിയും. ഇനിയുള്ള ഈ ഒരു ബ്രഷ് ഉപയോഗിച്ച് കാറിനകത്തുള്ള കംപ്ലീറ്റ് പൊടിയും മണ്ണും ഒക്കെ നല്ലതുപോലെ നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വൃത്തിയാക്കി എടുക്കാൻ പറ്റും. അവസാനം കുറച്ച് ഷാമ്പു ഉപയോഗിച്ച് മാറ്റ് കൂടി ക്ലീൻ ചെയ്തെടുക്കാം. കാർ കഴുകി തീർന്നു. വണ്ടി നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇത്രയും എളുപ്പത്തിൽ ചെറിയൊരു പൈസക്ക് ഇത്രയും അടിപൊളിയായിട്ട് കാർ കഴുകുന്ന ഈ ഒരു സാധനം വേണമെന്നുണ്ടെങ്കിൽ പ്രൊഡക്റ്റ് ഞാൻ ഇവിടെ ടാഗ് ചെയ്തിട്ടുണ്ട്. അതിൽ കയറി കഴിഞ്ഞാൽ മേടിക്കാൻ പറ്റും. ചെറിയ ചെലവിൽ. കാലവർഷം കൂടുതൽ കനക്കുകയാണ്. സംസ്ഥാനത്ത് ഇന്ന് അതിതീവ്ര മഴ. 3 ജില്ലകളിൽ റെഡ് അലർട്ട് തുടരും. കാലവർഷം കൂടുതൽ മോനെ എന്നെ കുളിപ്പിച്ചോളിട്ട. എനിക്ക് വയ്യ. എന്താണ് എന്നെ കുട്ടന്റെ പ്രശ്നം? അതാണ് കേട്ടോ പ്രശ്നം. എന്നാലേ കണ്ണെരിയാത്തൊരു ഷാമ്പു വെച്ചിട്ട് എത്തുന്നുണ്ട് കേട്ടോ. ഇതാണ് പേരനാട്ടമിയുടെ ജൂനിയർ ജെന്റിൽ ക്ലെൻസിംഗ് ഷാമ്പു. 1 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പ്രത്യേകം തയ്യാറാക്കിയ ഈ ഷാമ്പു ഹൈപ്പോലർജനിക്കും ടിയർ ഫ്രീയും ടാങ്കിൾ ഫ്രീയും ആണ് കേട്ടോ. ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആയിട്ടുള്ള ഈ ഷാമ്പുവിലെ 5.5 pH ബാലൻസ്ഡ് ആയതുകൊണ്ട് തന്നെ കുട്ടികളുടെ കണ്ണുകൾ ഒട്ടും തന്നെ എരിയൂല കേട്ടോ. ഇതിൽ കോക്കനട്ട് മിൽക്ക് പ്രോട്ടീനും വൈറ്റമിൻ ഇയും ആൽമണ്ട് ഓയിലും സ്ട്രോബെറി എക്സ്ട്രാക്ട് ഒക്കെ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൽ മിക്സ്ഡ് ബെറിയുടെ ഫ്രാഗ്രൻസ് ഉള്ളതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടാവും കേട്ടോ. അപ്പൊ ഈ പ്രോഡക്റ്റ് ഞാൻ ടാഗ് ചെയ്തിട്ടുണ്ട്. കൂടാതെ innovis.com എന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യട്ടോ. പുലി, വണ്ടി, ആട്, പശു, പട്ടിക്കുട്ടി, പുലി, വണ്ടി. മിക്ക ആൾക്കാരുടെ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ബാർബർ ഷോപ്പിൽ പോയിട്ട് ഹെയർ സ്ട്രൈറ്റ് ചെയ്തിട്ട് മൂഞ്ചിപ്പോയ ആൾക്കാരായിരിക്കും. ഇത് ആക്ച്വലി നിങ്ങൾക്ക് ഹെയർ സ്ട്രൈറ്റനിങ് ചേരാത്ത പ്രശ്നം കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളെ മുടീൻ്റെ പ്രശ്നം കൊണ്ടൊന്നല്ല. ഇത് കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് ഹെയർ സ്ട്രൈറ്റനിങ് ചെയ്താലെന്നുള്ള പ്രശ്നം കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ആയി പോകുന്നത്. ആർമി ടെക്നിക്കാണ് നിഞ്ച ചിറ്റുവാർ ഉണ്ടാക്കുന്നത്. ഗൈസ്, നിഞ്ച ചിറ്റുവാർ പോലത്തെ ഒരു ബൈക്കാണ്. വേറെ ഏതൊരു ബൈക്കാണ്, മറ്റേ ഡാംസേക്കിൻ്റെ ബൈക്കാണ്. കുട്ടികളെ, ഇന്നത്തെ ക്ലാസ്സിൽ എല്ലാവരും അവരുടെ ബെസ്റ്റ് ഫ്രണ്ടിന് ഒരു കത്ത് എഴുതുക. എനിക്ക് ഞാൻ പേപ്പർ തരാട്ടാ, കാരണം നമ്മളല്ലേ ബെസ്റ്റ് ഫ്രണ്ട്സ്.
ടു മൈ ബെസ്റ്റ് ഫ്രണ്ട്. അത് കഴിഞ്ഞു. എന്നല്ല എഴുതാം. എടാ നീ ആർക്ക് എഴുതി? എനിക്കുണ്ട് സർപ്രൈസ്. അപ്പൊ എനിക്ക് തന്നെ. ആദ്യം സവിനാണല്ലോ. സവിന്റെ ഫ്രണ്ട് നിതിൻ. രണ്ടാമത് അബി. അബിയുടെ ഫ്രണ്ട് നിതിൻ. നിതിൻ. ഇതിന്റെ ഫ്രണ്ട് അബിയോ? ഇന്നത്തെ ലക്കി സബ്സ്ക്രൈബർ നമ്മൾ വീണ്ടും ഒരു TV ആണ് കൊടുക്കാൻ പോകുന്നത്. ചട്ടമ്പീസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഗിഫ്റ്റ് കിട്ടും. ചട്ടമ്പീസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ? അടുത്ത പ്രാവശ്യം കാണാം. ചട്ടമ്പീസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കുഞ്ഞ് ഗിഫ്റ്റ് കിട്ടും. ചട്ടമ്പീസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടില്ല. ചട്ടമ്പീസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ? ഒന്ന് കാണിക്കാവോ? ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഗിഫ്റ്റ് കിട്ടും. ചെയ്തിട്ടുണ്ടോ? കണ്ണടയ്ക്കോ? കണ്ണുറക്ക്. ഇതൊരു വലിയ TV ആണ്. കുഞ്ഞു കുട്ടികളെല്ലാം സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ പാരന്റ്സിന്റെ ഫോണിലൂടെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരുന്നോ? അടുത്ത ലക്കി സബ്സ്ക്രൈബർ നിങ്ങളായിരിക്കും. ഫോർച്യൂണർ ഗൈസ് ചിറ നോക്കിയാലുണ്ട് പേടിച്ചു പോയി വേണ്ട ഗൈസ്. പുതിയാവുള്ള കൊണ്ട് നോക്കിയിട്ട് ഇഷ്ടമാണ്. അന്നൊരു നമ്മള് പോയപ്പോ കണ്ടില്ലേ വണ്ടി പോയപ്പോ പോർച്ചുഗൽ അത് ഭയങ്കര ഇഷ്ടപ്പെട്ട വണ്ടിയാണ്. അൽഹംദുലില്ലാ ഈ പനി ഇതിൽ കയറ്റിയാണ് അങ്ങാടി കൂടെ രണ്ട് ചുറ്റണം പോലെ. നമുക്ക് എല്ലാവരും നോക്കുന്നുണ്ട്. എന്നെ എല്ലാരും അങ്ങ് പറ്റിക്കുവാടാ. ഇനി അവരെന്നെ പറ്റിക്കാൻ നോക്കുമ്പോ അവര് പറയുന്ന സത്യമാണെങ്കിൽ നീ ഒന്ന് കരയണം. ഓക്കെ ചേട്ടാ ലോൺ അടച്ചായിരുന്നു കേട്ടോ. 50,000 രൂപയായി. എന്നെ പറ്റിച്ചാ മനസ്സിലാവത്തില്ലെന്ന് വിചാരിച്ചോ? സോറി ചേട്ടാ, 20,000 രൂപയായുള്ളൂ. ഇയാൾക്കതെങ്ങനെ മനസ്സിലായി? ചേട്ടാ പണിയെല്ലാം കൂടെ എത്ര രൂപയാവും? എല്ലാം കൂടെ ഒരു 6,000 രൂപയാവും. ചേട്ടാ ഉടായി പറക്കാതെ കറക്റ്റ് റേറ്റ് പറ. അതിപ്പോ 1,000 രൂപ ആകത്തോളാം. ഇവനിക്ക് പണി പഠിച്ചോ? ഇന്ന് എത്ര രൂപ കച്ചവടം നടന്നു? അണ്ണാ ഇന്ന് 10,000 രൂപ കച്ചവടം നടന്നോളൂ. സത്യം പറടാ. അല്ലണ്ണ 20,000 രൂപ കച്ചവടം നടന്നു. ഇയാളെ ഇവിടെ ക്യാമറ വെച്ചോ? താങ്ക് യൂടാ പഞ്ഞി, നീ എനിക്കൊരു മുതൽക്കൂട്ട് തന്നെയാളാ. എടാ നിന്റെ വാല് താഴെ പോയി. അത് കുഴപ്പമില്ല, അത് കളിച്ചോളും. എന്നെ എല്ലാരും അങ്ങ് പറ്റിക്കുവാടാ. നല്ല വീഡിയോ. ഇനി അവരെന്നെ പറ്റി. എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിർത്തുകയാണ്.